കോയമ്പത്തൂരായിരിക്കുമ്പോൾ ഒരു സെൻ്റെ മുറിൽ അപ്പനമ്മയുടെ ഒരു മകളെ കൊണ്ടുവരിക. സുന്ദരിയായ പെങ്കൊച്ച്, നാട്ടിൽ വെളുത്തൊരു കുട്ടി, മുടിയൊക്കെ ഒത്തിരിയുള്ള വ്യക്തി, മിടിക്ക് കൊച്ച. നമ്മളിങ്ങനെ അടുത്തിരിക്കുന്നവരെ നോക്കും, അവരെ ഡ്രസ്സിൻ്റെ കോഡ് നോക്കും, ആഭരണം, ഇതൊക്കെ നമ്മുടെ നോട്ടം. അതുപോലെ ഇവളിങ്ങനെ എൻ്റെ മുന്നിൽ ഡെക്കറേഷൻ നോക്കിയിരിക്കും. അപ്പനമ്മ ഇരുന്ന് കറിയാൻ വെച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം പറയാം, ഫാദർ ഞാൻ ഗവൺമെൻറ് ഓഫീസർ, ഭാര്യ കോളേജ് പ്രൊഫസർ, ദൈവം ഞങ്ങൾക്ക് ആകെ ഒരു കൊച്ചിനെ തന്നിട്ടുള്ളൂ, ആ കൊച്ചാണ് ഈ ഇരിക്കുന്ന അവതാരം. എന്ത് പറ്റി? അച്ചോ എൻജിനീയറിങ് അവസാന വർഷം, അവസാന സെമസ്റ്റർ പഠിക്കുന്നു. 2 മാസം കഴിയുമ്പോൾ എക്സാമാണ്. ഇപ്പം 2 ആഴ്ചയായിട്ട് ഇവള് കോളേജിൽ പോയിട്ടില്ല. എന്ത് പറ്റി? പക്ഷെ ഞങ്ങൾക്ക് വേണ്ട പണമുണ്ട്, സ്റ്റാൻഡേർഡുള്ള കുടുംബം. ഞങ്ങളുടെ മതിൽക്കെട്ടിനപ്പുറത്ത് ഒരു ചേരിയുണ്ട്, സ്ലം ഏരിയ ചേരിയുണ്ട്. അവിടെ മറ്റ് മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബമുണ്ട്. ചെറ്റക്കുടിൽ, മഴ പെയ്താൽ വെള്ളം വീടിനുള്ളിലാണ്. 1 സെൻറ്റ് സ്ഥലം അവർക്ക് സ്വന്തമായിട്ടില്ല. ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരന് ഒരു വിദ്യാഭ്യാസമില്ല, ജോലിയില്ല. അച്ചുവും അവന് വടക്കും തെക്കും നോക്കി നടക്കുക, പെണ്ണുങ്ങളുടെ വായലും നോക്കി. അവൻ കൂലിത്തന്നെ നടക്കും, അവൻ മദ്യപിക്കും, അവൻ ഡ്രഗ്സ് ഉപയോഗിക്കും. അങ്ങനെ ഒരുത്തരുമായിട്ട് പൊരിഞ്ഞ പ്രേമത്തിലാണ്. അവനുമായിട്ട് ഒളിച്ചോടാൻ റെഡിയായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നേ, ഒരാൾ പറഞ്ഞറിയുന്നേ, നിങ്ങളുടെ മകളെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അവളെയും കൊണ്ടുപോകും. അച്ഛാ, ഞങ്ങൾ അവൻ ആരെന്ന് അന്വേഷിച്ചു. അപ്പോഴറിഞ്ഞ തൊട്ട് ഞങ്ങളുടെ മതിൽക്കെട്ടിനപ്പുറത്തുള്ള ചേരിയിലെ ഒരു മറ്റു മതിൽപ്പെട്ട ഒരുത്തനുമാണ്. ഞങ്ങൾ പറഞ്ഞു, മോളെ ഇതൊട്ടും നിനക്ക് ചേരില്ല, ഉപേക്ഷിക്കണം. അവൾ പറഞ്ഞു, അവനെ തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അച്ഛാ, അച്ഛനൊന്ന് ശരിയാക്കിത്തായും, ഒന്ന് നന്നാക്കിത്താ. മത്തി വാങ്ങിയിട്ട് നന്നാക്കാൻ പറയണ പോലെ നന്നാക്കിത്താ, എൻ്റെ തോളിലായി ഭാരം മുഴുവൻ. അങ്ങനെ ഞാൻ പറയും, ഓക്കെ നന്നാക്കി തരാം, ട്രൈ ചെയ്യാം, നിങ്ങൾ 2 പേരും ധ്യാനഹാളിൽ പോയിരുന്നോളാൻ പറഞ്ഞു. ഈ പെൺകൊച്ച് ഞാൻ മിടുക്കി കൊച്ച. ഞാൻ മോളെ എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ മമ്മി ഡാഡിയും പറഞ്ഞില്ലേ, അവന് വേണ്ടത് വെക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. ഉടനെ അവൾ എന്നോട് ചോദ്യ, അച്ഛാ ഞാൻ ചോദിച്ചു, അച്ഛൻ സത്യം പറയും. സത്യം പറയാൻ കൊച്ചേ, അച്ഛൻ എന്നെ ഇഷ്ടമാണോ? അയ്യ, ചിരി കണ്ടില്ല എല്ലാവരെയും, കമന്ന് കിടന്ന ചിരിക്കനോട് ഒരുത്തൻ. അസൂയ വേണ്ട, ദൈവം തന്ന സൗന്ദര്യമല്ലേ, കളയാൻ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഈശോ, ഞാൻ എന്ത് ഈ അവതാരത്തിനോട് പറയണ്ടേ? ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്കത് പ്രശ്നം, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവൾ എഴുന്നേറ്റ് പോകും. ഈശോ പറഞ്ഞു, ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണോ? അതെ, എങ്കിൽ ഞാൻ പറയുന്നത് അച്ഛൻ അനുസരിക്കണം. അതാദ്യമായിട്ടാണ്. സാധാരണ അച്ഛന്മാർ പറയുന്നത് നിങ്ങളനുസരിക്കണ്ടേ. ഇപ്പം അവള് പറയുന്നത് ഞാൻ അനുസരിക്കണം. എന്താ മോളെ പറയുന്നേ? അച്ഛാ എന്നെ ഇഷ്ടമെന്നല്ലേ പറഞ്ഞു. അപ്പനമ്മയും ആ ധ്യാനഹാളിലിരിപ്പുണ്ട്. ഉടനെ അവിടെ ചെന്ന് അവരെ വിളിച്ച് പറയണം, അവനെ മാത്രം കൊടുത്താൽ മതി, അവനെ മാത്രം കൊടുത്താൽ മതി. ഞാൻ എങ്ങനെ പറയും? നന്നാക്കാൻ കൊണ്ടിട്ടേക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറയാം, എനിക്ക് 1-2 ചോദ്യങ്ങളുണ്ട്, ഉത്തരം തന്നാൽ മതി. ഓക്കെ അച്ഛാ, ഞാൻ ഉത്തരം, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, നിനക്ക് അവൻ ഇഷ്ടം, എനിക്ക് പൊരിഞ്ഞ ഇഷ്ടം അച്ഛാ. ഓക്കെ, നല്ല കാര്യം. അവനെ മാത്രം മതിയല്ല, മതി. നിനക്ക് അവനുമായിട്ട് തെറ്റായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പാപമെന്ന് നിനക്കറിയോ? അറിയാം. ഈ കത്തോലിക്കയാണോ? അതെ, കത്തോലിക്ക ആചാരം അനുസരിച്ചത് പാപമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കുമ്പസാരിക്കണമെന്ന് അവള് തന്നെയാണ് പറയണത്. അതെ, അവിടെ ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ വയസ്സായ അച്ഛൻ കുമ്പസാരം കേൾക്കും, പോയി കുമ്പസാരിച്ചിട്ട് വരാം. ഓക്കെ ഫാദർ. അവൾ പോയി 8 മിനിറ്റ് കൊണ്ട് കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഫാദർ ഞാൻ കുമ്പസാരിച്ചു. വേഗം വിളിച്ച് പറ, വാച്ച് ചെയ്ത് കേട്ട്, ടൈം ഈസ് പ്രഷ്യസ് ഫാദർ, ഡോണ്ട് ബി ലേറ്റ്. സമയം എനിക്ക് വിലപ്പെട്ടതാ. വേഗം അവനെ വിളിച്ച് പറ, എനിക്ക് അവനോട് ഒത്തുചേരണം, പെട്ടെന്ന് വെമ്പൽ കൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എങ്ങനെ പറയും? അവളെ നീ കുമ്പസാരിച്ച്, നല്ല കാര്യം. കുമ്പസാരിച്ച് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചു. കുർബാന സ്വീകരിക്കണം. 3 തുടങ്ങി 4:30 വരെ കുർബാനയുണ്ട്.
കുർബാന സ്വീകരിച്ചിട്ട് വരാം. ഓക്കെ ഫാദർ. അവള് പോയി. കറക്റ്റ് 4:30 കുർബാനയും കഴിഞ്ഞു. ഞാൻ മുൻവശത്തുള്ള മുറ്റത്ത് ഗാർഡനിൽ നിൽക്കുക, റോസ് ചെടി നനച്ച്. അവതാരം ഞാൻ നോക്കുമ്പോൾ ആളുകൾ വരി വരിയായിട്ട് കാപ്പ് പിടിക്കാൻ പോണ്. ഈ അവതാരം ഓടി വരുന്നതിൻ്റെ അടുത്ത്, അച്ഛാ ദൈവമേ വരുന്നുണ്ട്, ടൈം ഈസ് പ്രഷ്യസ്, ഡോണ്ട് ബി ലേറ്റ് എന്ന് പറയാൻ വരുന്നുണ്ട്. അച്ഛാ ഞാൻ കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. അവർ കാപ്പുടിക്കാൻ വിളിച്ചു പറ ഫാദർ, ടൈം ഈസ് പ്രഷ്യസ്, ഡോണ്ട് ബി ലേറ്റ്. ഞാൻ എങ്ങനെ പറയും? അവർ മോളെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അവള് ചൂടായി. അച്ഛനെ കളിപ്പിക്കുക. 2 ചോദ്യം പറഞ്ഞു. മൂന്നാമത്തെ, ഫാദർ ദിസ് ഇസ് ലാസ്റ്റ് വാണിംഗ്. ഓ, അന്തിമ ശാസനം. ചോദിച്ചോളാം. കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. ഒറ്റ ചോദ്യം, ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ആരാ? ഒറ്റ ചോദ്യം ചോദിച്ചേ, ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ആരാ? മിണ്ടുന്നില്ല. ആരാ വച്ചേ? നിനക്ക് ഉത്തരവില്ലേ? ടൈം ഈസ് പ്രഷ്യസ്, ഡോണ്ട് ബി ലേറ്റ് എന്ന് പറഞ്ഞ് എന്നോട് ഞാൻ ചോദിക്കുന്നത്. അവള് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഈശോ. ഞാൻ ചോദിച്ചു, അവൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ടോ? അവൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ടോ? ഇല്ലച്ചാ. ഉടനെ ഒരു വചന 2 കൊരിന്തോസ് 6:15 അങ്ങെടുത്തു കൊടുത്തു. 2 കൊരിന്തോസ് 6:15. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് യോജിപ്പ്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പ്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പ്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താ പൊതുവിലുള്ളത്? മോളെ, എൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ട്, അവൻ്റെ ശരീരത്തിൽ ഈശോ ഇല്ല. അവൾ പറഞ്ഞു, അവൻ മറ്റു മതത്തിലാണെങ്കിലും അവരുടെ ദൈവത്തിൽ പോലും വിശ്വാസമില്ല, ഒരു ദൈവത്തിൽ വിശ്വാസം ചേരുവോ? ഇല്ലച്ചാ. ഉടനെ അവൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്ന് എഴുന്നേറ്റ് പുറത്തുപോയി. തമ്പുരാനെ, ഞാൻ പറഞ്ഞു അധിക പറ്റായി അവൾ ഇഷ്ടപ്പെടാതെ പോയെന്നാ തോന്നണേ. അവളിങ്ങ് വന്നേ, വിളിച്ചു. എവിടെ പോണേ? വീട്ടിലേക്കാണ്. അപ്പൻ്റെ അമ്മയുടെയും അനുവാദം കിട്ടാൻ വേണ്ടി ചോദിക്കാൻ പോണതാണ്. ഞാൻ അപ്പൻ്റെ അമ്മയുടെ അടുത്തിലേക്കാണ് പോണേ. അനുവാദം ചോദിക്കാനാണ്. അല്ലച്ചാ, അവരെ വിളിച്ച് അച്ഛൻ്റെ മുൻപിൽ നിർത്തും. എന്നിട്ട് അച്ഛൻ പറയണം, ഈ മകൾ അവനെ വേണ്ട എന്ന് തീരുമാനമെടുത്തു എന്ന് അച്ഛൻ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താ കൊച്ചേ? അവൾ പറഞ്ഞു എൻ്റെ അടുത്ത്, അച്ഛോ, എൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ട്, അവൻ്റെ ശരീരത്തിൽ ഈശോ ഇല്ല. വേണ്ട, ഇത് ചേരില്ല, വിജയിക്കില്ല. പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ട് വന്നു. ഇരിക്കാൻ പറഞ്ഞു. 3 പേര് ഇരുന്നു. അവർ 3 പേര് എന്നെ നോക്കിയിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന 4 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 8 കണ്ണുകൾ. വിങ്ങിപ്പൊട്ടുന്ന കവിഞ്ഞൊഴുകുന്ന 8 കണ്ണുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക. എനിക്കും സങ്കടം വരുന്നു, അവർക്കും സങ്കടം വരുന്നു, മിണ്ടാതിരിക്കുക. അങ്ങനെ പറഞ്ഞ വിങ്ങിപ്പൊട്ടുന്ന 4 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 8 കണ്ണുകൾ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവളെ നോക്കി ദയനീയമായിട്ട്. അപ്പോൾ അവൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ പറയാം, എന്നോട് പറഞ്ഞോളാൻ. ഞാൻ എന്ത് ചെയ്ത് തിരിച്ച് പാര അങ്ങോട്ട് വെച്ചു. ഒരു മിമിക്രി, നീ പറഞ്ഞോളാൻ പറഞ്ഞു. പക്ഷെ അവള് പറഞ്ഞു, മമ്മി ഡാഡി, എനിക്ക് അവനെ വേണ്ട. തീരുമാനം പറ. എന്താ കാരണം എന്ന് പറ. എൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ട്, അവൻ്റെ ശരീരത്തിൽ ഈശോ ഇല്ല. ഇത്രയും നാള് നാവിൻ്റെ തുമ്പിൽ ഈശോയെ സ്വീകരിച്ച ഞാൻ എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈശോയെ വിട്ട് പറ്റില്ല. ഈശോ വസിക്കാത്ത ഒരുത്തരോട് ജീവിക്കാൻ പറ്റില്ല. ജീവിതം വിജയിക്കില്ല. എനിക്ക് വേണ്ട. ഞാൻ നാളെ തുടങ്ങി കോളേജിൽ പോകും, പഠിച്ച് പാസ്സാകും. ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ അപ്പനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കാണിച്ചെന്നിട്ട് ഭർത്താവായി സ്വീകരിക്കുക. ഞാൻ സ്വീകരിച്ചോളാം. സഹോദരങ്ങളെ, പിറ്റേ ദിവസം കോളേജിൽ പോയി പഠിച്ച് പാസ്സായി. കോയമ്പത്തൂർ വലിയൊരു കമ്പനിയിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നു. സമയമായപ്പോൾ ദൈവം അവൾക്ക് കൊടുത്തു ബാംഗ്ലൂർ. ഇവൾ പഠിച്ച അതേ എൻജിനീയറിംഗ്
ഗ്രൂപ്പ് പഠിച്ച ഒരുത്തനുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ഇന്നവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഏലിയ ചെയ്ത 3-ാമത്തെ കാര്യം അവൾ ചെയ്തു. അന്ന് വരെ അവളുടെ ശരീരത്തിൽ അവൾ ചെയ്ത പാപത്തെ തമ്പുരാന്റെ ബലിപീഠത്തിൽ ഇറക്കി വെച്ചു. തമ്പുരാന്റെ ബലിപീഠത്തിൽ ഇറക്കി വെച്ചു. സഹോദരങ്ങളെ, ഈ ശരീരം എന്താ? 1 കൊരിന്തോസ് 3:16-17 വചനങ്ങൾ. 1 കൊരിന്തോസ് 3:16-17. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാ നിങ്ങൾ വസിക്കും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്നാൽ ആ ആലയം പരിശുദ്ധമാണ്. ആലയം നിങ്ങൾ തന്നെ. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയം, ഈ ശരീരം ക്രിസ്തുവിൻ്റെ അവയവം. 1 കൊരിന്തോസ് 6:15. 1 കൊരിന്തോസ് 6:15. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഈ ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാണ്. അതെനിക്ക് വേശ്യയുടെ അവയവമാക്കാമെന്നോ? ഇല്ല. 1 കൊരിന്തോസ് 6:19-20. 1 കൊരിന്തോസ് 6:19-20. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മന്റെ വാസസ്ഥലമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ആകെ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ സ്വന്തമല്ല. ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തമല്ല. ഈ ശരീരം നമ്മുടെ സ്വന്തമല്ല. ഇത് ദൈവം വില കൊടുത്ത് വാങ്ങിയതാ. ദൈവം കൊടുത്ത വില എന്താ? സ്വന്തം മകനെ കാൽവരി കുരിശ് മരണത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ ദൈവം വിലയ്ക്ക് വാങ്ങിയതാ. ആകയാൽ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശാരീരിക പാപങ്ങൾ ഉപേക്ഷിച്ച് 1 കൊരിന്തോസ് 7:23. 1 കൊരിന്തോസ് 7:23. നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യർക്ക് അടിമകളായി. മക്കളെ, വിവാഹത്തിന് മുൻപായാലും ശേഷമായാലും ജഡിക പാപത്തിന് വേണ്ടി ഒരു മനുഷ്യന് മുൻപിൽ നീ അടിമയായി കിടക്കരുത്. നീ അടിമയായി നിന്നെ കൊടുക്കരുത്. ഇറ്റ് ഈസ് സിൻ. അത് പാപമാണ്. ആ പാപത്തെ തമ്പുരാന്റെ ബലിപീഠത്തിൽ വെച്ചവളണം. ഇന്നത്തെ ആരാധനയിൽ ശരീരത്തിൽ നിങ്ങൾ ചെയ്ത പാപങ്ങളെ തമ്പുരാന്റെ ബലിപീഠത്തിൽ വെക്കണം. കുമ്പസാരിക്കാൻ അനുവാദമുള്ളത്, യോഗ്യതയുള്ളവര് ഈ പാപത്തെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊളോസസ് 3:11. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എന്നിലും നിങ്ങളിലും ഈശോ വസിക്കുന്നു. 2 കരം ഉയർത്തിപ്പിടിച്ചേ. ആ പെൺകുട്ടി അവളുടെ ശാരീരിക പാപത്തെ തമ്പുരാന്റെ ബലിപീഠത്തിൽ ഇറക്കി വെച്ചതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ചെയ്ത പാപങ്ങളെ തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വെക്കാവോ? ആ ബലിപീഠത്തിൽ വെക്കാവോ? ഒരു ബലിപീഠമുണ്ട് നമുക്ക് മുൻപിൽ. ആ ബലിപീഠത്തിൽ ശാരീരിക പാപങ്ങൾ ഇറക്കി വെച്ച് എല്ലാം മറന്ന് സ്വരമയത്തെ സ്തുതിക്കട്ടെ, 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 അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.